നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. മുക്കത്ത് സ്വകാര്യ ലോഡ്ജിലെ ജീവനക്കാരി വെറും 29 വയസ്സുള്ള യുവതി അവരെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ ശരിക്കും ഞെട്ടുകയാണ്. കാരണം ആ പെൺകുട്ടി ടെറസിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഹോട്ടൽ ഉടമയും മറ്റ് 2 ജീവനക്കാരും ചേർന്ന് അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ അവരുടെ മൊബൈൽ അറിയാതെ റെക്കോർഡാവുകയും അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന രംഗങ്ങളും ശബ്ദവുമൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്തു. അത് ഇന്ന് ചാനലുകളിൽ കാണിക്കുമ്പോൾ വളരെ വിഷമം തോന്നുകയാണ്. വളരെ ദയനീയമായിട്ടാണ് പെൺകുട്ടി കരയുന്നത്. എന്നെ ഉപദ്രവിക്കരുത്, എന്നെ വെറുതെ വിടൂ എന്ന് നിലവിളിക്കുന്നത്. മനസ്സാക്ഷിയുള്ളവരെ ഞെട്ടിപ്പിക്കുന്നതാണ് പെൺകുട്ടിയുടെ കരച്ചിൽ. പ്രത്യേകിച്ചും സഹോദരിയും പെൺമക്കളുമൊക്കെ ഉള്ളവരെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. നാട്ടിലെ പെൺകുട്ടികളോട് പറയുവാനുള്ളത്, ഇത്തരം പെരുമാറ്റങ്ങൾ ആരുടെ കയ്യിൽ നിന്നെങ്കിലും ഉണ്ടാകുമ്പോൾ അവരെ അവഹേളിക്കുക, അല്ലെങ്കിൽ അവരെ അവഹേളിക്കുക, അല്ലെങ്കിൽ അവരെ പ്രസൻസിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് ഈ പെൺകുട്ടിയോട് ഈ ഹോട്ടൽ ഉടമ നിരന്തരമായി മോശമായ രീതിയിൽ സംസാരിക്കുമായിരുന്നു, മെസ്സേജ് ഇടുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ടും അത് നിസ്സാരവത്കരിച്ച് ആ ഹോട്ടലിൽ തന്നെ ജോലിക്ക് പോയ സമ്പ്രദായത്തെ ന്യായീകരിക്കുവാൻ പറ്റില്ല. കാരണം പരിമിതികൾ, ചിലപ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാമായിരിക്കാം. എങ്കിലും ഇത്തരം പ്രവൃത്തി ഉണ്ടാകുന്ന ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിൽ പിന്നെ ജോലിക്ക് പോകരുതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് അവരൊരു പ്രോത്സാഹനമായി കണക്കാക്കും. ഒരുപക്ഷെ ഇത്തരം പെൺകുട്ടികൾ വിചാരിക്കുന്നത് ഇത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ട് അവർ വെറുതെ ഇരിക്കും, ഇത്തരം മെസ്സേജുകളോ അല്ലെങ്കിൽ ചില കമൻറ്റുകളിലോ അവർ വെറുതെ ഇരിക്കുമെന്നാണ്. മനുഷ്യൻ്റെ പ്രകൃതം വളരെ രീതിയിലാണ്. പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. ചിലർക്ക് കോമൺ സെൻസ് ഉണ്ടാകത്തില്ല. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ജയിലിലാകും, പ്രതിയാകും എന്നൊന്നും രീതിയിൽ ചിന്തിക്കുവാനുള്ള കോമൺ സെൻസ് ഇല്ലാത്ത ആളുകളുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം പെൺകുട്ടികൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഇപ്പോൾ മയക്കുമരുന്നിൻ്റെയൊക്കെ കാലഘട്ടമാണ്. കഞ്ചാവും ഡ്രഗ്സുമൊക്കെ അടിച്ച് യുവാക്കളും മധ്യവയസ്കരുമൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ കറങ്ങി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. നേരത്തെ നമ്മുടെ ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ ഇപ്പോൾ യുവാക്കളുടെ സിരകളിലൊക്കെ ഡ്രഗ്സാണ്. അടിച്ചു കഴിഞ്ഞാൽ അമ്മയാര് പെങ്ങന്മാരാര് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. അപ്പോൾ പെൺകുട്ടികൾ ശ്രദ്ധിക്കുക, ഇത്തരം കമൻറ്റുകൾ അല്ലെങ്കിൽ ഇത്തരം സമീപനങ്ങളുമായി തങ്ങളെ സമീപിക്കുന്ന ആളുകൾ അവരുടെ പ്രസൻസിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രാത്രി സമയങ്ങളിലൊക്കെ ആ സ്ഥലങ്ങളിൽ പെട്ടുപോവുകയാണെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കുക എന്ന ഒരു നിർദ്ദേശമാണ് എനിക്ക് തരാനുള്ളത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.